ബ്രേസസ് ആകുമ്പോൾ കുറേ വായിൽ കോമ്പണൻസ് കാണും, കണ്ടിട്ടുണ്ടാവും. കുറച്ച് മെറ്റൽസ് എല്ലാം ഇങ്ങനെ, അത് മെറ്റലുണ്ട് സിറാമിക്കും ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ എല്ലാം പ്രൊജക്റ്റഡ് ആയിരിക്കും, പല്ലിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കായിരിക്കും, എന്നിട്ടൊരു കമ്പിയൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് സ്മൈൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നല്ല മുറുക്ക് അങ്ങനെ ഹാർഡായിട്ടുള്ള സാധനമൊക്കെ നമുക്ക് ഇടിച്ച് പൊടിച്ചൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ, പെട്ടെന്നൊന്നും നമുക്കത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഈ അലൈനറിൻ്റെ കേസിൽ നമുക്ക് അലൈനർ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ബ്രഷ് ചെയ്യാം, ക്ലീൻ ചെയ്ത് വെക്കാം, ഫുഡൊന്നും സ്റ്റക്കാവില്ല, കഴിക്കാനും എന്തു വേണേലും കഴിക്കാം. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അലൈനർ കയറ്റി ഇട്ടാൽ മതി. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അലൈനർ നമ്മൾ ഒത്തിരി കമ്പനീസ് ഉണ്ട് അലൈനേഴ്സിൻ്റെ. അപ്പോൾ നമ്മൾ അത് ഭയങ്കര കാര്യപ്പെട്ട് നോക്കേണ്ട ഒരു ഫീൽഡാണ്. ഏത് കമ്പനിയിലാണ് നമ്മൾ അലൈനേഴ്സ് എടുക്കുന്നത്, FDI അപ്രൂവ്ഡ് അലൈനേഴ്സ് ആണോ, ചെയ്യുന്ന ആൾ അലൈനർ സ്പെഷ്യലിസ്റ്റ് ആണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അലൈനർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ.